ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുരിശിൻ്റെ വഴി പ്രാർത്ഥന. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട ചില വീഴ്ചകൾ പരിഹരിച്ചാൽ വളരെയേറെ അനുഗ്രഹം പ്രാപിക്കുന്ന, പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ പിന്നെ ജപമാലയേക്കാളും വലിയ അനുഗ്രഹം പ്രാപിക്കുന്ന വലിയ വിടുതലിൻ്റെ പ്രാർത്ഥനയാണ്. പക്ഷേ വീഴ്ചകൾ പരിഹരിക്കണം. വീഴ്ചകൾ പരിഹരിക്കാൻ നമുക്കാകുമോ എന്ന് ഒരു തിരിഞ്ഞു നോട്ടമാണ് നമ്മൾ ഈ ശുശ്രൂഷയോടെ നടത്തുന്നത്. കുരിശിൻ്റെ വഴി നമുക്ക് ഒരു ആത്മീയ ഉണർവിന് ഇടവരുത്തണം. പ്രത്യേകിച്ച് നോമ്പുകാലത്താണ് നമ്മൾ പള്ളിയിലും നമ്മുടെ സന്യാസ ഭവനങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലുമൊക്കെ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചെല്ലുന്നത്. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 24-ാം വചനം, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ കുരിശിലെ ബലിയോട് എന്നെ സമ്പൂർണമായും ഒന്ന് ചേർത്ത് വയ്ക്കുന്ന അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയുടെ രീതിയാണ് ഈ കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥന. കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ പുഷ്ടിപ്പെടാൻ വേണ്ടി എൻ്റെ ഓരോ നോമ്പ് കാലത്തും എൻ്റെ ആധ്യാത്മിക ജീവിതം ഈ നോമ്പ് കാലത്തിലെ ഒരു പ്രാർത്ഥനാ രീതി കൊണ്ട്, ഒരു സമർപ്പണം കൊണ്ട്, ഒരു സഹനം കൊണ്ട്, ത്യാഗം അനുഭവിക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു മാറ്റമുണ്ടാകുന്നു. എൻ്റെ ആധ്യാത്മിക മേഖലയിൽ എനിക്കൊരു വിടുതലോ മാറ്റമോ സൗഖ്യമോ രക്ഷയോ ഉണ്ടാകുന്നുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് നോക്കണം. അങ്ങനെയെങ്കിലേ ഇതുകൊണ്ടൊരു പ്രയോജനമുള്ളൂ. ഏറ്റവും പ്രധാനമായി നോമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാനസാന്തരമല്ല. നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ശരിക്കും രൂപാന്തരീകരണമാണ്. നമ്മൾ ഇപ്പോൾ എന്തായിരിക്കുന്നോ ആ അവസ്ഥയിൽ നിന്ന് യേശുവിൻ്റെ രൂപത്തിലേക്ക്, യേശുവിൻ്റെ വീക്ഷണത്തിലേക്ക്, യേശുവിൻ്റെ സഹനങ്ങളിലേക്ക്, യേശുവിൻ്റെ രക്ഷാകരമായ അനുഗ്രഹങ്ങളിലേക്ക് ഉള്ള ഒരു രൂപാന്തരീകരണമാണ് ശരിക്കും ഒരു റിട്രീറ്റാണ്. ശരിക്കും ഇതൊരു ധ്യാനമാണ്, ഇത് റിന്യൂവൽ തന്നെയാണ്. ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറഞ്ഞ നോമ്പ് കൊണ്ട് നമ്മൾ ഉപവാസം കൊണ്ടൊക്കെ വചനം പറയുന്നുണ്ട്. ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ഇത് പുറത്തു പോകില്ലെന്ന്. പൈശാചിക സാന്നിധ്യങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ ഈ ഉപവാസവും ത്യാഗവും സഹനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ അത്യാവശ്യമാണ്. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചുറ്റുവട്ടങ്ങളിൽ ഈ കല്ലുകൾ നിറഞ്ഞ വഴിയെ, യാത്ര വളരെ ദുർഘടമായ വഴിയെ സഞ്ചരിക്കുന്ന വ്യക്തികളുണ്ട്. ഭാരമുള്ള കുരിശ്, ജീവിതത്തിൻ്റെ ഭാരം നിറഞ്ഞ കുരിശ് വഹിക്കുന്നവർ, ക്ഷീണിച്ച് വിറയ്ക്കുന്ന കാലുകളുള്ളവർ. എന്ന് ഞാൻ മുന്നോട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഭാരം കൊണ്ട് ഞാൻ സഞ്ചരിക്കാനാവാത്ത വിധം തളർന്ന് കിടക്കുന്നൊരവസ്ഥ ഉള്ള മനുഷ്യരെ കണ്ട് അങ്ങനെയുള്ള മനുഷ്യർ തീർച്ചയായും യേശുവിൻ്റെ പ്രതിരൂപമാണ്. അവരോടൊപ്പം അവരുടെ പക്ഷം ചേർന്ന് അവരുടെ ഈ വഴികളും അവരുടെ ജീവിതവും അവരുടെ ഭാരവും അവരുടെ ക്ഷീണവും അവരുടെ കൈകാലുകൾ വിറയ്ക്കുന്നതുമൊക്കെ ഒന്ന് പരിഹരിക്കാൻ എന്നാലാവുന്നുണ്ടോ? വളരെ ദുർഘടമായ ജീവിതപാതയിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ജീവിക്കുന്നവർ, അവരുടെ കാര്യത്തിൽ എനിക്ക് എത്രമാത്രം ശ്രദ്ധയുണ്ട്. ബലഹീനനായി നിലത്ത് വീഴുന്ന വ്യക്തികൾ ഈശോയെ കാണണം. ആധ്യാത്മിക ഭൗതിക മേഖലയിൽ വീണ് കിടക്കുന്നവരിലേക്ക് എൻ്റെ കരവും എൻ്റെ പ്രാർത്ഥനയും നീളുന്നുണ്ടോ? അങ്ങനെ എൻ്റെ കരവും പ്രാർത്ഥനയും നീളുന്നുണ്ടെങ്കിൽ ഈ കുരിശിൻ്റെ വഴി പ്രാർത്ഥന എനിക്കൊരു അനുഗ്രഹവും അനുഭവത്തിൻ്റെതായി മാറും. ഞാനത് പറയും, അവൻ ബുദ്ധിപൂർവ്വം ജീവിക്കാത്തതുകൊണ്ടായി വീണ് കിടക്കുന്നത്, ഇത്ര ബലഹീനമായി തകർന്നു പോയത്, ഇത്ര ഫെയിലായി നിൽക്കുന്നത് ബുദ്ധിപൂർവ്വം ചിന്തിക്കാഞ്ഞിട്ടാ, എന്നെപ്പോലെ ബുദ്ധിപൂർവ്വം ചിന്തിക്കാഞ്ഞിട്ടാ എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളെങ്കിൽ എനിക്ക് ഈ കുരിശിൻ്റെ വഴിയുടെ വീഴ്ചകൾ പരിഹരിക്കാനായിട്ടില്ല എന്ന് തിരിഞ്ഞു നോക്കണം. വീണ്ടും യേശുവിൻ്റെ കുരിശിൻ്റെ ബലിയോടാണ് ഞാൻ ഐക്യപ്പെടുന്നതെങ്കിൽ പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു വേദന തീരുമ്പോൾ മറ്റൊന്ന് വന്നു കഴിഞ്ഞു. സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ളൊരു അടയാളം അത്. അവൻ്റെ കുരിശിലെ ബലിയോട് ഐക്യപ്പെടുന്ന റോമർ 8:1 ഐക്യപ്പെടുന്ന. ആകയാൽ അവൻ്റെ കുരിശിലെ ബലിയോട് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ശിക്ഷാവിധിയില്ല എന്നുള്ള ലെവലിലേക്കാണ് വരുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് ശരിക്കും നോമ്പും ഉപവാസവും പ്രാർത്ഥനയെന്ന് വളരെ വ്യക്തമായി നമുക്കൊന്ന് മനസ്സിലാകണമെങ്കിൽ യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വചനങ്ങളുണ്ട്. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസമെന്ന്. എന്നിട്ട് അതിൻ്റെ
7-ാമത് വചനം പറയുക, വിശക്കുന്നതിനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ ഭവനത്തിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതാണത്. എന്നിട്ട് 8-ാമത് വചനം നമ്മൾ പറയുക, അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിടരും, നീ അതിവേഗം സൗഖ്യം പ്രാപിക്കുന്ന വിടുതലിൻ്റെ വ്യക്തിയായി മാറും, നീ അനുഗ്രഹപൂർണ്ണനായ വ്യക്തിയായി മാറും, നീ അനുഗ്രഹപൂർണ്ണനായ വ്യക്തിയായി മാറും. അതുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഞാൻ കുരിശിൻ്റെ വഴിയിലെ പ്രധാനപ്പെട്ട 3 വീഴ്ചകൾ പരിഹരിക്കണം. കുരിശിൻ്റെ വഴിയിലെ പ്രധാനപ്പെട്ട 3 വീഴ്ചകൾ. ആദ്യത്തെ വീഴ്ച, കുരിശിൻ്റെ വഴിയിൽ യേശു കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെയുള്ള വീഴ്ച. രണ്ടാമത്തെ വീഴ്ച, ആദ്യത്തെ 3-ാം സ്ഥലത്ത് വീഴുന്നു, രണ്ടാമത് 7-ാം സ്ഥലത്ത് വീഴുന്നു, മൂന്നാമത് 9-ാം സ്ഥലത്ത് വീഴുന്നു. കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെയുള്ള വീഴ്ച, അതായത് യാത്ര ദുർഘടമായി മുന്നോട്ട് പോകാൻ കഴിയാതെ വിഷമിക്കുന്നവരിലേക്ക് എൻ്റെ കരവും എൻ്റെ മനസ്സും എൻ്റെ പ്രാർത്ഥനയും നീളുന്നുണ്ടെങ്കിൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കുന്ന വ്യക്തിയായി മാറും. 7-ാം സ്ഥലത്ത് നമ്മളുടെ ബലഹീനനായി നിലത്ത് വീഴുന്ന ഈശോ, ബലഹീനനായി എല്ലാ ശേഷിയും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന വ്യക്തികളിലേക്ക് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആധ്യാത്മിക ഭൗതിക മേഖലകളിൽ എൻ്റെ സഹായം അങ്ങോട്ട് ഉയരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കുരിശിൻ്റെ വഴിയിലെ ഈ വീഴ്ചകൾ പരിഹരിക്കുന്ന വ്യക്തിയായി മാറും. 9-ാമത്തെ സ്ഥലത്തെ വീഴ്ചയിൽ പ്രയാസങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈശോ, നമ്മുടെ പ്രയാസങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു, ഒരു വേനത്തും തീരും മറ്റൊന്ന് വന്നു കഴിഞ്ഞു. അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ സഹായം എൻ്റെ കരവും നീളുന്നുണ്ടെങ്കിൽ ഈ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലൂടെ ഞാൻ അനുഗ്രഹീതനായി മാറും. അതുകൊണ്ട് ഈ കുരിശിൻ്റെ വഴി ഈ കുറവുകൾ, ഈ വീഴ്ചകൾ പരിഹരിക്കാൻ എൻ്റെ ദൈവം എന്നെ വിളിച്ച വിളിയോട് ഞാൻ കൂറും പുലർത്തുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി നോമ്പിൻ്റെ കാലത്ത് കുരിശിൻ്റെ വഴി ചൊല്ലി അനുഗ്രഹം പ്രാപിക്കുവാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.